ഹലോ ഇന്നത്തെ ഭക്ഷണം കക്ക ഫ്രൈ. അത് ഫ്രൈ ആക്കിയിട്ടില്ല, ഫ്രൈ ആക്കണം. അപ്പോൾ നമുക്ക് സെറ്റാക്കിയല്ലോ. എന്നാണോ അപ്പോൾ നമ്മൾ കക്കക്കൂട്ടിനെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഇത് വേവിക്കായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വേണ്ട സാധനം സെറ്റാക്കാൻ വേണ്ട സാധനങ്ങൾ: ഉള്ളി, പിന്നെ വെളുത്തുള്ളി, കരിവേപ്പില, സവാള, പെരുംജീരകം പൊടി, പിന്നെ ഇഞ്ചി, മുളക്. അപ്പോൾ നമുക്ക് ഈ ഉരുളിയാണ് വേണ്ടത്. അപ്പോൾ ഈ പാത്രത്തിൽ കാണാം ചാള മാറ്റിയിട്ട് അത് കഴുകി വൃത്തിയാക്കി അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ടാക്കി എണ്ണ ഒഴിക്കുക, കുറച്ച് കടുകിടുക. കടുക് പൊട്ടി ഇതാവുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കരിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മുളകും സവോളയും കൂടെ ഇടുക. അത് നല്ലോണം ഇളക്കി കൂട്ടി നമ്മൾ വരട്ടിയെടുക്കുക. നമ്മുടെ കാപ്പി നിറാവില്ലേ, ലൈറ്റ് കാപ്പി ആകുമ്പോഴത്തേക്ക് നല്ലോണം ഇതാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളി സവോള സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഞാൻ ഇങ്ങനെ ചുറ്റിന് വെച്ചിരിക്കണം, കണ്ടില്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മുടെ പെരുംജീരകപ്പൊടി അതും ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൂട്ടി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായി കുരുമുളക് പൊടി അതും ഇട്ട് നല്ലോണം സാധനം സെറ്റാക്കി പിന്നെ നമ്മൾ ചുറ്റുമുള്ള ഉള്ളിയൊക്കെ ഇല്ലേ അതും കൂട്ടി ഇളക്കി നല്ലോണം അത് ഉലാക്കിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഐറ്റമായി കക്കയും കൂടെ ഇടുവാണ്. അപ്പോൾ കക്കയുടെ വെള്ളം ഊറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കക്ക നല്ലോണം പറ്റണം. അപ്പോൾ നല്ലോണം ഇളക്കി കൂട്ടി സെറ്റാക്കുക. കുറച്ച് കരിവേപ്പില, കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലോണം ഇളക്കി പൊത്തി വെക്കുക. തീ കുറച്ച് അടിച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ നല്ലോണം വരട്ടി എടുക്കുകയാണ്. വെള്ളം ഇല്ലാതെ നല്ലോണം രീതിയിൽ വെള്ളം കളഞ്ഞ് വരട്ടിയെടുത്തു. അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഉച്ചഭക്ഷണം കക്ക ഫ്രൈ, ചാള വറുത്തും നാരികച്ചാറുമാണ്. അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയുടെ